ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഒരു ഉച്ചത്തെ ലഞ്ചിൽ ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണാൻ പോകുന്നത്. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എന്ത് ക്രേവിങ്സ് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കണം എല്ലാ ക്രേവിങ്സും. അപ്പോൾ അങ്ങനെ രാവിലെ അല്ല, ഒരു ഉച്ചയ്ക്ക് 11:30ക്ക് ശേഷമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഇതാ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൊന്നി അരിയാണ്. അതുപോലെ തന്നെ പുളിശ്ശേരി കടുകൊക്കെ താളിച്ച് വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗി. ചൂട് ചോറ്, പുളിശ്ശേരി റെഡി. പിന്നെ പയർ തോരനാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. പച്ചമുളക് ഇട്ടിട്ടുള്ളൊരു പയർ തോരനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചിരി പച്ചമുളക് മല്ലിയില ഇട്ടിട്ട് ആ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ക്രിസ്പി പൊട്ടാറ്റോ ഫ്രൈ ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് വരണം. നല്ല ക്രിസ്പി ആയിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒരു ക്രേവിങ് തോന്നുമ്പോൾ ചെയ്യാറുണ്ട്. അപ്പോഴാണ് ഇല ഇരിക്കുന്നത് കണ്ടത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വാങ്ങിച്ച ഒരു ഇലയായിരുന്നു. അപ്പോൾ ഒരു ഇല ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കൊതി, പൊതിച്ചോറ് കഴിക്കണമെന്ന്. ചമ്മന്തി ഇല്ലാതെ എന്ത് പൊതിച്ചോറ് അല്ലേ? അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കി, ഒരു ഓംലെറ്റ് ഉണ്ടാക്കി. ഈ പച്ചമുളകിൻ്റെ സൈഡ് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. സ്പൈസാണ് ഇപ്പോൾ ഭയങ്കര ഇഷ്ടം കഴിക്കാനായിട്ട്. അങ്ങനെ ഇല വാട്ടി എടുത്തിട്ടുണ്ട്. ആ ഇല വാട്ടിയ ആ ഒരു സ്മെല്ലാണ് ഞാൻ കുറേ കൂടെ സ്മെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല സ്മെല്ലാണ് ഇല വാട്ടുമ്പോൾ ഉള്ളൊരു മണം. പിന്നെ നമുക്ക് ആ ചൂട് ചോറ് ആദ്യം വെച്ച് കൊടുക്കാം. അത് വയ്ക്കുമ്പോൾ നല്ല ഒരു സ്മെല്ലാണ് കേട്ടോ. എന്നിട്ട് നല്ലൊരു കട്ടി ചമ്മന്തി അരച്ചിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു കൂട്ടാനും വേണ്ട. എന്നാലും നമുക്ക് പൊതിച്ചോറിൽ ഇതൊക്കെ വെക്കണമെന്നാണല്ലോ. അപ്പം അങ്ങനെ ഒരു അറ്റത്തോട്ട് ഞാനത് വെച്ചു ചമ്മന്തി. പിന്നെ ഞാൻ നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയത് അത് വെച്ചിട്ടുണ്ട്. ഒരു അറ്റത്തോട്ട് നാരങ്ങ അച്ചാർ. പിന്നെ നമ്മളുണ്ടാക്കിയ തോരൻ ഞാൻ വേറൊരു സെപ്പറേറ്റ് ഇലയിൽ ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞ് വെക്കുന്നുണ്ട്. പയർ തോരനാണേ. ഒരു ഇലയിൽ സൈഡിലോട്ട് അതും വെച്ചു. ഇനി നമ്മൾ വെക്കുന്നത്, ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, പൊട്ടാറ്റോ ഫ്രൈ. അതും കൂടെ ഞാനൊരു അറ്റത്തോട്ട് അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ വെച്ചപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഓംലെറ്റ് എനിക്ക് പച്ചമുളകൊക്കെ ഇട്ട് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഓംലെറ്റാണ് ഇഷ്ടം. ഇപ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര സ്പൈസ് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ, ആ ഇലയുടെ സ്മെല്ലും എല്ലാം കൂടെ. പിന്നെ നമുക്ക് എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ പാക്ക് ചെയ്യാം പുളിശ്ശേരി. അപ്പോൾ നമ്മൾ യാത്രയൊന്നും പോകുന്നില്ല. എൻ്റെ ഒരു കൊതിക്ക്, ഒരു ക്രേവിങ്ങിന് വേണ്ടിയിട്ട് പൊതിച്ചോറ് ഞാൻ ഉണ്ടാക്കിയതേ ഉള്ളൂ. അപ്പം ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മടക്കി കുറച്ച് നേരം ഒന്ന് വെക്കണം. ഒരു ഹാഫ് ആൻ അവർ എങ്കിലും ആ ഒരു ചൂട് ഇലയിലോട്ട് വെക്കണം. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല നന്നായിട്ട് വാട്ടിയത് കൊണ്ട് കീറിയിട്ടൊന്നുമില്ല, പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ മൊത്തത്തിൽ ഒന്ന് അലങ്കോലമായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് വരാം എന്ന് വിചാരിച്ചു. സോ അങ്ങനെ ഫ്രഷായിട്ട് വന്നതിന് ശേഷം കണ്ടോ, ആ ഒരു പൊതിച്ചോറ് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റും സ്മെല്ലും ഒക്കെയാണ്. അപ്പോൾ ഒറ്റ ഇല ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇവർക്ക് രണ്ടുപേർക്കും പ്ലേറ്റിലാണ് കൊടുക്കേണ്ടി വന്നത്. എൻ്റെ ഒരു ക്രേവിങ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഞാൻ ഇലയിലാണ് കഴിച്ചത്. അങ്ങനെ അത് തുറക്കുമ്പോൾ തന്നെ നല്ല ആ ചൂട് ഇലയുടെ മണം ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഹാഫ് ഓംലെറ്റാണ് ഞാൻ വെച്ചിരിക്കുന്നത്. സോ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഞ്ചായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു പൊതിച്ചോറ് ക്രേവിങ് ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ കഴിച്ചു. അങ്ങനെ മോൾക്കും ചേട്ടനും എല്ലാവർക്കും കൊടുത്തു. പിന്നെ നമ്മുടെ ക്ലീനിങ്, ആസ് യൂഷ്വൽ നമ്മുടെ ക്ലീനിങ് ആണല്ലോ മെയിൻ തിങ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ കുറേ കൂടെ ഒരു സമാധാനം കിട്ടും. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.